ഇപ്പോൾ കാണുന്നതൊരു പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. കോന്നിയിൽ ഒരു കുട്ടി ഇന്നലെ മരണമടഞ്ഞിരുന്നു. അതിൽ ഉള്ള പ്രതിഷേധം, ഇതിൽ ഗുരുതരമായ ഉദ്യോഗസ്ഥ വീഴ്ച വന്നിട്ടുണ്ട് എന്ന ആരോപണം, വനംവകുപ്പിനെതിരെയൊക്കെ MLA പ്രതികരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ആ വിഷയത്തിലുള്ള പ്രതിഷേധം ആനക്കൂട്ടിലേക്ക്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ആനക്കൂട്ടിലേക്ക് കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് കയറുന്നു. പോലീസ് അവരെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആനക്കൂട്ടിൽ ഇന്നലെ തൂൺ ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് ഒരു 4 വയസ്സുകാരന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു. അവിടെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മാതാപിതാക്കൾക്കൊപ്പം. അപ്പോൾ അമ്മ ഫോട്ടോ എടുക്കുന്ന സമയത്താണ് ആ തൂണിൽ മുറുകെ പിടിച്ച കുട്ടിയുടെ ദേഹത്തേക്ക് തൂൺ മറിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ ഒരു ദാരുണ സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായിരുന്നു. അത് ഒളിഞ്ഞു വീഴാറായി നിന്ന തൂണാണ്. അതിൽ പക്ഷേ ഒരു തരത്തിലും ഒരു നടപടിയിലേക്ക് കടന്നില്ല അധികൃതർ എന്നതുൾപ്പെടെ അത് MLAയും കാണിക്കുന്നു. വനംവകുപ്പിന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതായിരുന്നു MLA ആരോപിച്ചത്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ആ പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. അതായത് അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ മാർച്ച് എത്തിയ ഉടൻ തന്നെ പ്രവർത്തകർ ഗേറ്റ് തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചു. കുറച്ച് പ്രവർത്തകരാണ് ഇങ്ങനെ പ്രതിഷേധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഉള്ളിൽ കയറിയത്. എന്തായാലും ഉള്ളിൽ കയറിയ പ്രവർത്തകരെ പോലീസ് പിടിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഈ ആനക്കൂട്ടിൽ കഴിഞ്ഞ ദിവസം 4 വയസ്സുകാരൻ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് കോന്നി എക്കോ ടൂറിസത്തിന്റെ ആനക്കൂട്ടിലേക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി കൃത്യമായി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെ വലിയൊരു പ്രതിഷേധമാണ് ഈ ആനക്കൂട്ടിന്റെ മുന്നിൽ രാവിലെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസവും ചില സംഘടനകൾ ഇങ്ങോട്ട് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് വനം വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഈ ആനക്കൂട്ടിന് മുന്നിൽ തുടരുകയാണ്. കോന്നി DYSP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. പോലീസ് മറ്റ് നടപടികളിലേക്കൊന്നും നിലവിൽ കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഈ പോലീസിന്റെ വലയം ഭേദിച്ച ഗേറ്റിനുള്ളിലൂടെ ആനക്കൂട്ടിൽ പ്രവേശിച്ച പ്രവർത്തകരെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരെ വളരെ പണിപ്പെട്ടാണ് പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തത്. വലിയൊരു പോലീസ് സന്നാഹമായി ഇവിടെ എത്തിയെങ്കിൽ പോലും പ്രവർത്തകർ ഈ ആനക്കൂട്ടിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ കണ്ടത്. എന്തായാലും ആനക്കൂട്ടിന് മുന്നിൽ ഈ 4 വയസ്സുകാരൻ്റെ മരണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഈ നടപടി ഉണ്ടാകില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കടുത്ത പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. മറ്റ് സംഘർഷ സാധ്യത സ്ഥലത്തില്ല. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ നിലവിൽ പിരിഞ്ഞു പോകാതെ ഈ ആനക്കൂട്ടിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. വരും ദിവസങ്ങളിൽ സമാനമായ പ്രക്ഷോഭങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ് എന്തായാലും ആലോചിക്കുന്നുണ്ട്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെയുണ്ട്. നിലവിൽ ഈ പ്രവർത്തകർ ഈ ആനക്കൂട്ടിന് മുന്നിൽ തങ്ങളുടെ പ്രതിഷേധ പ്രസംഗം നടത്തുകയാണ്. മറ്റ് സംഘർഷ സാധ്യത നിലവിലില്ല. ഈ ആനക്കൂട്ടിനകത്തേക്ക് കയറിയ പ്രവർത്തകർ എന്തായാലും പോലീസ് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ഗേറ്റ് പോലീസ് ബന്ദോബസ്താക്കി പൂട്ടിയിരിക്കുകയാണ്. ഇനി ആരെയും അങ്ങോട്ട് കിടക്കാത്ത തരത്തിൽ പോലീസ് ഗേറ്റൊക്കെ എന്തായാലും പൂട്ടിയിട്ടുണ്ട്. പ്രവർത്തകർ നിലവിൽ ആനക്കൂട്ടിന് മുന്നിൽ തങ്ങളുടെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഒരുങ്ങുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ആനക്കൂടിന് മുന്നിൽ തുടരുകയാണ്. കോന്നി ആനക്കൂട്ടിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്നലെയാണ് ഒരു 4 വയസ്സുകാരൻ മരണമടഞ്ഞത്. തൂൺ ദേഹത്തേക്ക് വീണ് മരണമടയുകയായിരുന്നു. അതിൽ ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ട് എന്ന ആരോപണം ശക്തമാണ്. ആനക്കൂട് നിലവിൽ അടച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനമില്ല. അവിടെയാണ് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിച്ചത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. പോലീസ് അവരെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. നിലവിൽ പ്രതിഷേധക്കാർ അവിടെ തന്നെ തുടരുകയാണ് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് എന്നുള്ളതാണ്.